ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ പോയറ്റായ എമിലി ഡിക്കൻസന്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന പോയത്തിന്റെ സമ്മറിയാണ്. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഇസ് എ ലിറിക്കൽ പോയം ബൈ എമിലി ഡിക്കൻസൺ. എമിലി ഡിക്കൻസന്റെ ലിറിക്കൽ പോയമാണ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ആൻഡ് വിച്ച് വാസ് പബ്ലിഷ്ഡ് പോസ്റ്റുമസ്ലി. എമിലി ഡിക്കൻസന്റെ മരണത്തിന് ശേഷമാണ് ഈ പോയം പബ്ലിഷ് ചെയ്യുന്നത്. ഇൻ പോയംസ് സീരീസ് 1 ഇൻ 1890 ഈ പോയം പബ്ലിഷ് ചെയ്യുന്നത്. എമിലി ഡിക്കൻസന്റെ മരണത്തിന് ശേഷം പോയറ്റിന്റെ 2 ഫ്രണ്ട്സ് ആയിട്ടുള്ള മേബൽ ലോമിസ് ടോഡും തോമസ് വെൻവർത്ത് ഹിഗിൻസനും ചേർന്നിട്ടാണ് ഈ പോയം അസംബിൾ ചെയ്തതും എഡിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ പോയം വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് അണ്ടർ ദ ടൈറ്റിൽ ദ ചാരിയറ്റ്. ദ ചാരിയറ്റ് എന്ന ടൈറ്റിലാണ് ആദ്യമായിട്ട് ഈ പോയം പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ദ പോയം കൺസിസ്റ്റ് ഓഫ് 6 quatrains and the poem was written in iambic tetrameter and iambic trimeter. Because I could not stop for death, he kindly stopped for me. The carriage held but just ourselves and immortality. Because I could not stop for death, he kindly stopped for me. ഈ പോയം ആരംഭിച്ചിരിക്കുന്നത് ഒരു ആൻസറിലാണ്. എന്താണ് ചോദ്യമെന്നോ ആരാണോ ചോദിച്ചതെന്നോ നമുക്കറിയില്ല. പക്ഷേ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറഞ്ഞു തുടങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു ആൻസറിലാണ് തുടങ്ങിയിരിക്കുന്നത്, അല്ലേ? ഹി കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ. ഇവിടെ ഹി എന്ന് ഉദ്ദേശിക്കുന്നത് ഡെത്തിനെയാണ്. ഇവിടെ ഡെത്തിനെ ഒരു ജെന്റിൽമാനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് ഡെത്തിനെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഹി കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ. ഇവിടെ പോയിട്ട് പറയുന്നത് എനിക്ക് മരണത്തെ പിടിച്ചു നിർത്താൻ പറ്റില്ല. സോ ഇൻസ്റ്റഡ് ഹി കെയിം ടു മീ. The carriage held but just ourselves and immortality. ഇനി ഡെത്ത് വന്നത് എന്തിലാണ്? കാരേജിലാണ് വന്നത്. ഈ കാരേജിൽ ഞാനും ഡെത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇമ്മോർട്ടാലിറ്റി. പിന്നെ ആരും കൂടി ഉണ്ടായിരുന്നു? ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ എറ്റേണൽ ലൈഫ് കൂടി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ദ ഇൻഎവിറ്റബിലിറ്റി ഓഫ് ഡെത്തും ദ അൺസർട്ടണിറ്റീസ് ദാറ്റ് സറൗണ്ട്സ് വാട്ട് ഹാപ്പൻസ് വെൻ പീപ്പിൾ ആക്ച്വലി ഡൈ. മരിച്ചതിന് ശേഷം മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നും ഉള്ള അൺസർട്ടണിറ്റിയാണ് ഈ 4 വരികളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇവിടെ ഡെത്തിനെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. ഡെത്ത് ഒരു കാരേജിലാണ് വന്നിരിക്കുന്നത്. ഡെത്ത് പോയിറ്റിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ആഫ്റ്റർ ലൈഫിലേക്കാണ്, ഇമ്മോർട്ടൽ ലൈഫിലേക്കാണ്, അല്ലെങ്കിൽ എറ്റേണൽ ലൈഫിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഡെത്തിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് as something natural, strange and inescapable. നമുക്കൊരിക്കലും ഡെത്തിനെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. സാധാരണഗതിയിൽ ഡെത്ത് നമ്മളെ തടഞ്ഞു നിർത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. We slowly drove, he knew no haste, and I had put away my labor and my leisure too for his civility. അപ്പോൾ ഞാനും ഡെത്തും ഇപ്പോൾ കാരേജിൽ കയറി. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ യാത്ര നടത്തുന്നത് എന്നാണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്. വി സ്ലോലി ഡ്രോ, ഹി നോ നോ ഹേസ്റ്റ്. അതായത് ഡെത്ത് വളരെ സ്ലോ ആയിട്ടാണ് കാരേജ് കൊണ്ടുപോകുന്നത്. ഹി നോ നോ ഹേസ്റ്റ്. ഡെത്തിന് ഒരു റഷും ഇല്ലായിരുന്നു. പെട്ടെന്ന് ധൃതിയിൽ കൊണ്ടുപോകണം എന്നുള്ള റഷൊന്നും ഇല്ലായിരുന്നു. And I had put away my labor and my leisure too for his civility. ഇനി ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹത്തിനോടൊപ്പം പോകുന്നത്. എപ്പോഴും അങ്ങനെയാണല്ലേ, നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ മരണം വന്ന് വിളിക്കുമ്പോൾ ഇതൊന്നും ഓർക്കാതെ നമ്മൾ മരണത്തോടൊപ്പം പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ പോയിട്ട് എന്തൊക്കെയാണ് വേണ്ടാന്ന് വെച്ചത്? മൈ ലേബർ ആൻഡ് മൈ ലീഷർ ടു ഫോർ ഹിസ് സിവിലിറ്റി. എൻ്റെ അധ്വാനവും എൻ്റെ ലീഷറും. ലീഷർ മീൻസ് എൻ്റെ ആക്ടിവിറ്റീസ്, എൻ്റെ സന്തോഷം, എൻ്റെ ഫ്രീ ടൈംസ്, എൻ്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ച് ഞാൻ ആരോടൊപ്പം പോയി? മരണത്തോടൊപ്പം പോയി. ഫോർ ഹിസ് സിവിലിറ്റി. സിവിലിറ്റി മീൻസ് കർട്ടസി, അല്ലെങ്കിൽ മരണം എന്ന് പറയുന്ന ആ ജെന്റിൽമാൻ വന്ന് വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ലേബേഴ്സും എൻ്റെ ലീഷേഴ്സും എൻ്റെ എല്ലാ പ്രഷറും എൻ്റെ എല്ലാ സന്തോഷവും എല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ ആ ജെന്റിൽമാൻ വിളിച്ചപ്പോൾ തന്നെ കൂടെ ഇറങ്ങി ചെല്ലുകയാണ് ചെയ്തത്. അന്നപ്പോൾ നമ്മൾ ഈ സ്റ്റാൻസയിൽ പറഞ്ഞത് ഡെത്തിന് യാതൊരുവിധ ഹേസ്റ്റും ഇല്ലായിരുന്നു, ഒരു ധൃതിയും ഇല്ലായിരുന്നു. ബിക്കോസ് ഡെത്ത് ഈസ് ആൻ ഓട്ടോമാറ്റിക് ഫാക്ട് ഓഫ് ലൈഫ്. ഡെത്ത് എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് ഫാക്റ്റാണ്. ഡെത്തിന് ധൃതി പിടിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നമ്മൾ വരുന്നില്ല എന്ന് പറയേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ ഡെത്ത് വളരെ പതുക്കെ നമ്മളെ വന്ന് വിളിക്കുന്നു, നമ്മൾ ഡെത്തിനോടൊപ്പം ഇറങ്ങി ചെല്ലുന്നു. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇമ്മോർട്ടൽ ലൈഫാണ്, എറ്റേണൽ ലൈഫാണ്.
We passed the school where children strove at recess in the ring. We passed the fields of gazing grain. We passed the setting sun. നമ്മുടെ പോയറ്റും ഡെത്തും ഇപ്പോൾ കാരിയേജിൽ ഇങ്ങനെ നാട്ടുവഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ പോയറ്റ് പുറത്ത് കാണുന്ന ദൃശ്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ സ്റ്റാൻസയിൽ വിവരിക്കുന്നത്. We passed the school where children strove at recess in the ring. ഇവിടെ നമ്മൾ പോകുന്നത് ഒരു സ്കൂൾ കടന്നിട്ടാണ്. We went by a school where children played during their break time. Recess means break time. കുട്ടികൾ എന്ത് ചെയ്യാണ്? ബ്രേക്ക് ടൈമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. In the ring they are arranged in a circle. We passed the fields of gazing grain. മാത്രമല്ല നമ്മൾ എന്തും കൂടി പാസ് ചെയ്തു? Fields of crops, നെൽപ്പാടങ്ങൾ നമ്മൾ പാസ് ചെയ്തു. We passed the setting sun. മാത്രമല്ല നമ്മൾ സെറ്റിംഗ് സണ്ണിനെയും പാസ് ചെയ്തു. ഈ സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നത് നമ്മൾ സ്കൂൾ പാസ് ചെയ്തു, ഫീൽഡ്സ് പാസ് ചെയ്തു, മാത്രമല്ല സെറ്റിംഗ് സണ്ണും പാസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മറ്റൊരർത്ഥം എന്താണ്? ഇറ്റ് ഷോസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പോയിറ്റ്സ് ലൈഫ്. അതായത് സ്കൂൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പോയിറ്റിൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫീൽഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ജേർണി ഓഫ് ലൈഫ്, അവരുടെ ഒരു മിഡ് പീരീഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി പാസ് ദ സെറ്റിംഗ് സൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഎവിറ്റബിൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ദാറ്റ് ഈസ് ഡെത്ത്. അപ്പോൾ സെറ്റിംഗ് സൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഫൈനൽ ഡെസ്റ്റിനേഷൻ, അതായത് ഡെത്തിനെയാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. Or rather, he passed us, the dews drew quivering and chill, for only gossamer my gown, my tippet only tulle. Or rather, he passed us. The poet says that actually we didn't pass the sun, it passed us. സൂര്യനെ നമ്മളല്ല കടന്നുപോയത്, പകരം സൂര്യൻ നമ്മളെയാണ് കടന്നുപോയത്. The dews drew quivering and chill, for only gossamer my gown, my tippet only tulle. The dews drew means dew formed, മഞ്ഞുതുള്ളികളെല്ലാം ഫോം ചെയ്തു. Quivering and chill, quivering means shivering, shivering and chill, chill means cold. For only gossamer, gossamer means light weighted, my gown, my tippet, tippet means sleeveless dress, only tulle, tulle means fabric. അപ്പോൾ ഇവിടെ പോയിട്ട് താൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ പോയിട്ട് ധരിച്ചിരിക്കുന്നത് വളരെ തിന്നായിട്ടുള്ള ഗൗണാണ് ആൻഡ് ഓൾസോ ലൈറ്റ് വെയ്റ്റഡ് സ്കാർഫ്, ഇതാണ് ധരിച്ചിരിക്കുന്നത്. ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഗൗണും സ്കാർഫും ഫാബ്രിക് ആയിട്ടുള്ള സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ പോയിറ്റിന് ഷിവർ ചെയ്യുന്നുണ്ട്, മാത്രമല്ല വളരെ കോൾഡുമാണ്. ഇവിടെ വരുന്ന മറ്റൊരർത്ഥം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. നമ്മളൊരിക്കലും മരിച്ചു കഴിഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊന്നുമല്ല ഇടുന്നത്, ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോഡിയിൽ ഒരു തണുപ്പ് ഉണ്ടാവും. ഈ തണുപ്പാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഷിവറിങ് ആൻഡ് ചിൽ എന്ന് പറയുന്നത്. മാത്രമല്ല പോയിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് മരണത്തിന് ശേഷം നമ്മളിടുന്ന ഡ്രസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. We passed before a house that seemed a swelling of the ground. The roof was scarcely visible, the cornice in the ground. We paused before a house that seemed a swelling of the ground. ഇവിടെ ഹൗസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രേവിനെയാണ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെ അടക്കുന്ന സ്ഥലം, അവിടെ അതിനെയാണ് ഹൗസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എ സ്വെല്ലിംഗ് ഓഫ് ദ ഗ്രൗണ്ട്, അപ്പോൾ ഹൗസ് ആണെങ്കിലും ഇറ്റ് വാസ് എ ഹൗസ് ബട്ട് ഇറ്റ് വാസ് പാർഷ്യലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്. The roof was scarcely visible, the cornice in the ground, and I could just above see the roof, even the ceiling was in the ground. അപ്പോൾ റൂഫും സീലിങ്ങും എല്ലാം ഗ്രൗണ്ടിൽ തന്നെയാണ്. സാധാരണ വീട് പോലെ നമുക്ക് റൂഫും സീലിങ്ങും ഒന്നും കാണാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ എവിടെ തന്നെ കാണണം? മണ്ണിൻ്റെ അടിയിൽ തന്നെ കാണണം. ഗ്രൗണ്ടിൽ തന്നെയാണ് നമുക്ക് റൂഫും സീലിങ്ങും ഒക്കെ കാണാൻ സാധിക്കുന്നത്. Since then its centuries and yet feel shorter than the day I first summarized the horse's head were towards eternity. Since then its centuries and yet feel shorter than the day. അതിനുശേഷം മരണത്തിന് ശേഷം സെഞ്ച്വറീസ് ഹാവ് പാസ്ഡ്, നൂറ്റാണ്ടുകൾ കടന്നുപോയി. ആൻഡ് എറ്റ് ഫീൽസ് ഷോർട്ടർ ദാൻ ദ ഡേ, പക്ഷേ ഈ ഗ്രേവി കിടക്കുന്നവർക്ക് ദിവസവും മാസത്തിൻ്റെ കണക്കൊന്നും അറിയാൻ സാധിക്കില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഇറ്റ് ഫീൽസ് ആസ് ദോ ലെസ് ദാൻ എ ഡേ ഹാസ് ഗോൺ ബൈ സിൻസ് ദെൻ ദ ഡെത്ത്. മരിച്ചു നൂറ്റാണ്ടുകളായെങ്കിൽ കൂടിയും ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് ഗ്രേവിൽ കിടക്കുന്നവർ കരുതുന്നത്. I first summarized the horse's head were towards eternity.
അന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ഡെത്ത് വന്ന കാരിയേജിൻ്റെ ഹോസസ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? വെയർ ടുവേഴ്സ് എറ്റേണിറ്റിയിലേക്കാണ് ആ ഹോസസ് പോകുന്നത്. അതായത് എന്നെ കാരിയേജിൽ കൊണ്ടുവന്ന ഡെത്ത് എന്ന ജെന്റിൽമാനെ കൊണ്ടുവന്നത് ഹോസാണ് അല്ലേ. ഹോസിൻ്റെ ഹെഡ് എറ്റേണിറ്റിയുടെ ഡിറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പോയത്തിൽ നമുക്ക് 2 കാര്യങ്ങൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് ലൈഫ് ആഫ്റ്റർ ഡെത്ത്, ക്രിസ്ത്യൻ ആഫ്റ്റർ ലൈഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിച്ച് വാസ് എൻ എൻട്രൻസ് ടു ഹെവൻ ആൻഡ് ഓൾസോ എറ്റേണിറ്റി ഇൻ ഗോഡ്സ് പ്രസൻസ്. നമുക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്, മാത്രമല്ല ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നമുക്ക് എറ്റേണൽ ലൈഫ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കംഫർട്ട് ക്രിസ്ത്യൻ ആഫ്റ്റർ ലൈഫിനെ കുറിച്ചിട്ടാണ് ആദ്യത്തെ ഐഡിയ പറയുന്നത്. രണ്ടാമത്തെ ഐഡിയ എന്നുള്ളത് ഇമ്മോർട്ടാലിറ്റി ആൻഡ് എറ്റേണിറ്റി ആണ്. അവിടെ മരണം എന്ന് പറയുന്നത് ഒരു ഡാർക്ക് നത്തിങ്നെസ് ഓഫ് ഡെത്ത് ആണ്. അതായത് മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നു, പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ കവിതയിൽ മരണത്തെ ഒരു ജെന്റിൽമാനായിട്ടാണ് കണക്കാക്കുന്നത്. മരണത്തെ വളരെ കൈൻഡായിട്ടുള്ള, വളരെ കംഫർട്ട് പ്രദാനം ചെയ്യുന്ന, നമ്മുടെ ഈ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്കൊരു ദൈവസന്നിധിയിൽ നല്ലൊരു ജീവിതം പ്രദാനം ചെയ്യുന്നത് ആണ് മരണം എന്നുള്ള രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മരണത്തെ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. മരണത്തെ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നും മരണം എന്നാണെങ്കിലും നമ്മളുടെ അടുത്തേക്ക് വരുമെന്നും നമുക്കൊരിക്കലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നും അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഎസ്കേപ്പബിൾ പ്രോസസ്സാണ് മരണം. നമ്മൾ മരണത്തെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമല്ല. മരണം ഒരു ദിവസം നമ്മൾ അടുത്തേക്ക് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഇവിടെ പോയിട്ട് മരണത്തെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മരണത്തെ ജെന്റിൽമാനോടൊപ്പം കമ്പയർ ചെയ്ത് വളരെ നല്ല ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. മരണത്തെ പോയിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. മരിക്കാൻ യാതൊരു ഭയവും ഇല്ലാത്ത രീതിയിലാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ഈ പോയം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ വായനക്കാരനും ആ ഒരു തരത്തിലേക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. മരണം എന്നുള്ളത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമുള്ള ഒരു കാര്യമല്ല. മരണം എന്നായാലും നമുക്കുണ്ടാവും. അത് വരുന്ന സമയത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനോടൊപ്പം ഇറങ്ങി ചെല്ലുക. എമിലി ഡിക്കൻസിൻ്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന പോം സമ്മറി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ പോം. താങ്ക് യു ഫോർ വാച്ചിങ്.